കാന്തനോടു ചിന്നുമെല്ലെ കിളിമൊഴി ശുച ഇഹവത എന്ന മഹാരാജ സ്വാതി തിരുനാൾ ഇതിൻ്റെ രാഗം നീലാംബരി രൂപകതാളത്തിലാണ് ചിട്ട ചെയ്തിരിക്കുന്നത്. നൃത്ത സംവിധാനം ചെയ്തിരിക്കുന്നത് പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ടീച്ചറാണ്. അപ്പൊ ഇതിൻ്റെ ആദ്യത്തെ പല്ലവി എന്നത് കാന്തനോടു ചിന്നുമെല്ലെ കിളിമൊഴി ശുച ഇഹവത എന്നതിൻ്റെ അർത്ഥം വരുന്നത് എൻ്റെ പതിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് അല്ലയോ മൃദുവായി സംസാരിക്കുന്നവളെ. കിളിമൊഴി എന്നത് നമ്മൾ സഖിയെ സംബോധനയായിട്ടാണ് വരുന്നത്. സംബോധന ചെയ്തുകൊണ്ട് അല്ലയോ മനോഹരമായി സംസാരിക്കുന്നവളെ, നീ എൻ്റെ പതിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് എൻ്റെ ദുഃഖങ്ങൾ, ശുചം എന്നത് ദുഃഖം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ശുചം ഇഹം, ഇപ്രകാരത്തിൽ ഇവിടെയുള്ള എൻ്റെ അവസ്ഥകളെയെല്ലാം അദ്ദേഹത്തോട് ധരിപ്പിച്ചാലും അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയിച്ചാലും എന്നാണ് മീനിങ് വരുന്നത്. അപ്പം അതിൽ വരുന്ന ആവർത്തി മുദ്രയോടുകൂടി വരുന്നത് 4 ആവർത്തിയായിട്ടാണ് വരുന്നത്. ആദ്യം ആട്ടമിയോടുകൂടി കഴുത്തിളക്കി രൂപകതാളത്തിൽ 3 ആവർത്തി കഴുത്തിളക്കി, 4ാമത്തതിൽ നമ്മൾ സഖിയെ നോക്കി ഒന്ന് ദയനീയമായിട്ട് സഖിയെ നോക്കുന്നതായിട്ടും പിന്നീട് അതിനുശേഷം കൈ അഭിനയഹസ്തങ്ങൾ തുടങ്ങുന്നതായിട്ടാണ് വരുന്നത്. അങ്ങനെ 4ഉം 7 ആവർത്തിയാണ് ആ പല്ലവി തന്നെ വിസ്തരിച്ച് വരുന്നത്. അപ്പം ആദ്യത്തേത് നമ്മൾ സാധാരണ പോലെ നിന്നതിന് ശേഷം കഴുത്തിളക്കി കാന്തനോടു ചിന്നുമെല്ലെ കിളിമൊഴി ശുച ഇഹവത, ഇതാണ് ആദ്യത്തേത് വരുന്നത്. അതിനുശേഷം നമ്മൾ കാന്തൻ എന്നത് 4 മുദ്രയായിട്ടാണ് വരുന്നത്. ആദ്യത്തേത് പതി എന്നതും, 2ാമത്തെ കയ്യിൽ വരുന്നത് ഈ ഒരു നാഥനോടുള്ള സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ഒരു അഫെക്ഷൻ, എന്തായാലും ഇങ്ങനെ ഒരു മുഷ്ടി വരുന്നതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അദ്ദേഹത്തോടുള്ള സ്നേഹം. അത് കഴിഞ്ഞ് 3ാമത്തെ കയ്യിൽ വരുന്നത് കൃഷ്ണൻ എന്ന പത്മനാഭനെയാണല്ലോ ഇവിടെ സ്തുതിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്നുള്ള മുദ്രയും, 4ാമത് വരുന്നത് വിഷ്ണു എന്ന രീതിയിലാണ് കാന്തനോടു എന്ന ആ ഒരു ഭാഗത്തുള്ള മുദ്രകൾ വരുന്നത്. അതുപോലെ തന്നെ ചെന്നു എന്നത് 3 വെറൈറ്റി ആയിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യത്തെ ചെന്നു എന്നുള്ളത് നമ്മൾ ഒരു കയ്യിൽ മാത്രം അവിടെ ചെന്ന് എന്നുള്ളത്. 2ാമത്തത് വരുന്നത് 2 കൈകളോടുകൂടി അവിടെ ചെന്ന് എന്നത്. 3ാമത്തത് ഹസ്തലക്ഷണ ദീപികയിലുള്ള പോവുക അല്ലെങ്കിൽ അവിടെ ചെല്ലുക എന്നുള്ള മുദ്രയോട് കൂടിയിട്ടാണ് 3ാമത്തത് വരുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ആദ്യം വരുന്നത് ഇവിടെ സഖി ഇടതുഭാഗത്താണ് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കാന്തൻ എന്നുള്ള മുദ്ര എപ്പോഴും ഇടതു നിന്നും വലതിലേക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കി കഴുത്തിളക്കി കാന്തനോടു ചെന്നു, ഒന്ന് അവിടെ പോയാലും ചെന്നു മെല്ലെ കിളിമൊഴി ശുച ഇഹവത, എൻ്റെ ദുഃഖങ്ങള് വദ. അതിനുശേഷം 2ാമത്തെ കൈ കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുച ഇഹവത, അറിയിച്ചാലും എന്നുള്ള ഒരു മുദ്ര അവിടെ വരുന്നുണ്ട്. ദുഃഖങ്ങൾ അറിയിച്ചാലും. അത് കഴിഞ്ഞതിന് ശേഷം 3ാമത് കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുച ഇഹവത, അവിടെ അറിയിച്ചാലും അദ്ദേഹത്തെ. അതിനുശേഷം പിന്നെ കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുച ഇഹവത. ഇങ്ങനെയാണ് മുദ്രകളുടെ ഒരു വിന്യാസം വരുന്നത്. അതിനുശേഷം നമ്മൾ ചാരിയെടുത്ത്
ഒരു ഒരു പാട്ട് മുഴുവനായിട്ട് പോയി ഒരാവർത്തി ചെയ്ത് രണ്ടാമത്തെ ആവർത്തി ഒരു തവണ ചെയ്തതിന് ശേഷം തജ്ജം തേയ് തേയ് ധിത്തി തേയ് 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 ധിത്തി തേയ് 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 ധിത്തി തേയോടുകൂടി അനുപല്ലവിയിലേക്ക് കടക്കുന്നതായിട്ടാണ് വരുന്നത്.